ഹായ്, ഞാൻ സ്നേഹ. എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പുരുഷന്മാർ ഒഴിവാക്കേണ്ട 5 തരം സ്ത്രീകൾ. ഇവരാരൊക്കെയാണെന്നുള്ളതാണ്. അതായത് 5 സ്വഭാവ രീതികളുള്ള സ്ത്രീകളാണ്. അപ്പോൾ ഇത്തരം സ്ത്രീകൾ, അതായത് ഞാൻ ഈ പറയുന്ന രീതിയിലുള്ള അത്തരം പെരുമാറ്റങ്ങളുള്ള സ്ത്രീകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം നിങ്ങൾക്ക് കിട്ടണം എന്നില്ല. മീൻസ് പുരുഷന്മാരെപ്പോഴും ആഗ്രഹിക്കുക കുറച്ച് സമാധാനവും സന്തോഷവും ഒക്കെയുള്ള ഒരു ലൈഫാണ് എന്നുണ്ടെങ്കിൽ ഇവരെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് കഴിയില്ല. അപ്പോൾ ഏതൊക്കെയാണ് 5 തരം സ്ത്രീ സ്വഭാവങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, എപ്പോഴും താനാണ് ഇര എന്ന് ഭാവിക്കുന്ന സ്ത്രീകളുണ്ട്. അതായത് ഇപ്പോൾ ഇവരുടെ ഒരു സ്വഭാവം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മുൻ കാമുകന്മാരെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഇവർ പറയുന്നൊരു കാര്യം, അല്ലെങ്കിൽ എന്തായിരിക്കും ഇവരിതിലേക്ക് ഫോക്കസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ പ്രശ്നങ്ങളും വന്നിട്ടുള്ളത് ആ കാമുകന്മാരുടെ ഭാഗത്തു നിന്നായിരുന്നു എന്നുള്ളതായിരിക്കും. അവിടെയൊക്കെ ബ്രേക്കപ്പ് ആയതിൻ്റെ പുറകിലെ കാരണക്കാർ ഈ ഒരു കാമുകന്മാരായിരിക്കും. അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന കുറേ രീതിയിലുള്ള പെരുമാറ്റങ്ങളോ, അല്ലെങ്കിൽ അവർ ഭയങ്കരമായിട്ടും ഇങ്ങനെ മോശമായി പെരുമാറുമായിരുന്നു, അവരുടെ സ്വഭാവത്തിൽ ഇത്രയും അതായത് നമ്മളെ ഹേർട്ട് ചെയ്യുന്നതും അല്ലെങ്കിൽ സ്വഭാവത്തിൽ അത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവർ പറയുണ്ടാവുക. അതായത് ആ കാമുകന്മാരാണ് പ്രശ്നക്കാർ, അവർ കാരണമാണ് ബ്രേക്കപ്പ് ആയത്, താൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ മുൻ കാമുകന്മാരെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഇപ്പം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാലും ഈ സെയിം രീതി തന്നെയാവും ഇവർ ഫോളോ ചെയ്യുന്നുണ്ടാവുക. അതായത് നിങ്ങളെക്കുറിച്ചും ഇവർ പറയുന്നത് ഈ കാര്യം തന്നെയായിരിക്കും, അവനാണ് ബ്രേക്കപ്പ് ആക്കിയിട്ട് പോയത്, അല്ലെങ്കിൽ അവനാണ് എന്നെ ചതിച്ചത് എന്നുള്ള രീതിയിലായിരിക്കും പറയുണ്ടാവുക. അപ്പം എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ ഒരു മോശക്കാരനായിട്ട് മാറും എന്നുള്ളതാണ്. സോ നിങ്ങൾ ആലോചിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സ്ത്രീകൾ എപ്പോഴും അവരുടെ മുൻ കാമുകന്മാരെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അവർ പറയും. അതായത് ഇപ്പം ആളാണ് തേച്ചത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചതിച്ചത് എന്നുണ്ടെങ്കിൽ അവരാണ് ചതിച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ടാവും. പക്ഷെ ആളെക്കുറിച്ച് ഓവറായിട്ട് കുറ്റപ്പെടുത്തുന്ന സ്വഭാവമൊന്നും സ്ത്രീകൾക്ക് ഉണ്ടാവില്ല. എന്നാൽ ഇവര് അവരെക്കുറിച്ച് ഓവറായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതായത് അവരങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഈ രീതിയിലൊക്കെ ആളെ കുറ്റപ്പെടുത്തി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ ഇരയാണ് എന്ന് ഭാവിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ താനാണ് ഇരയായിരുന്നത് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മുമ്പിൽ വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്ന ആളുകളാണ് എന്നുള്ളത്. സോ അങ്ങനെയുള്ളവരെയും നിങ്ങൾ ഒരിക്കലും സ്നേഹിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആൺ സുഹൃത്തുക്കളുടെ വൻ പടയുള്ളവരുണ്ടായിരിക്കും. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ഒരു 5 to 15 ഇതിൻ്റെ ഉള്ളിൽ മീൻസ് ഇത്രയും ആൺ സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കുറേ പേര് സുഹൃത്തുക്കളായിട്ടുണ്ടായിരിക്കും. ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, ഒരു 1 മണി 2 മണി 3 മണിയൊക്കെ ആവുന്ന സമയത്ത് കൂടി ഇവർക്ക് കോൾസ് ഉണ്ടാവും, മെസ്സേജ് വരുന്നുണ്ടാവും, ഇവരുടെ സുഹൃത്തുക്കൾ ഇവരെ വിളിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അവരോട് ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് 100 കൂട്ടം കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കും. അവരങ്ങനെയാണടാ, അവനിങ്ങനെയാണ്, ഇവൻ ഇത് പറഞ്ഞു അത് പറഞ്ഞു, ഈ രീതിയിലൊക്കെ കുറേ കുറ്റങ്ങൾ പറയും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മിസ്യൂസ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അതിൽ ഈ ഒരു 10-15 പേരുള്ളതിൽ 1-2 പേരെങ്കിലും ശ്രമിച്ചു എന്ന് വരാം. അപ്പൊ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വിഷമം അവർക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ, ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട്, സങ്കടം പറയാനായിട്ട് ഈ സുഹൃത്തുക്കളുടെ അടുത്തായിരിക്കും ഇവർ പോകുന്നുണ്ടാവുക. അപ്പൊ അതൊന്നും ഒരിക്കലും നല്ലതാവില്ല. ഇത്രയും സുഹൃത്തുക്കളുള്ള പെൺകുട്ടിയാണ് അവരെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരരുത്. ഇപ്പം ഇത് കാണുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും എന്നോട് ദേഷ്യം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ആൺ സുഹൃത്തുക്കളുള്ളത് ഇത്ര വലിയ മോശമുള്ള കാര്യമാണോ എന്നൊക്കെ. അങ്ങനെയൊന്നും അല്ല. ആൺ സുഹൃത്തുക്കളുള്ളത് നല്ല കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, പെൺ സുഹൃത്തിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ആൺ സുഹൃത്തിനെ തന്നെയാണ്. പക്ഷേ അത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. ഇപ്പൊ നമുക്ക് പെൺസുഹൃത്തുക്കളാണെങ്കിലും കുറച്ച് പേര് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ആൺസുഹൃത്തുക്കളും. കുറച്ച് പേര് നമുക്ക് ക്ലോസ് ആയിട്ടുള്ളവരുണ്ടാവാം. പക്ഷെ അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നല്ലതല്ല. കാരണം അവർ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്കും ചിലപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ ആ ഒരു ഒഴിവ് വരുന്നിടത്തേക്ക് മറ്റൊരാളെ കയറ്റണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഇത് കാണുന്ന സ്ത്രീകൾ ഒരുപാട് ആൺസുഹൃത്തുക്കൾ ഉള്ളവരാണെങ്കിൽ അത്ര പേരുള്ളത് നല്ലതല്ല എന്നുള്ളത് മനസ്സിലാക്കാം. അതേപോലെ പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും ആൺസുഹൃത്തുക്കളുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒന്നിനും മുൻകൈ എടുക്കാത്തവളുണ്ടായിരിക്കും. അതായത് ഒന്ന് മെസ്സേജ് അയക്കാനോ വിളിക്കാനോ, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളെ കാണാനുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുക, ഇതൊന്നും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കില്ല. ഇവരിപ്പോൾ നിങ്ങളൊരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുകയാണെങ്കിൽ ആൾ ഓക്കെയാണ്, ആൾ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങോട്ടൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം സമയം എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ ആളൊരു റിപ്ലൈ തരുന്നുണ്ടാവുക. മേ ബി അവർ നിങ്ങളെ കാണുന്നത് ഒരു ATM മെഷീനായിട്ടോ, അതല്ലെങ്കിൽ അവർക്ക് ബോറടിക്കുമ്പോൾ സംസാരിക്കാനുള്ള ഒരു പേഴ്സണായിട്ടൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ളൊരു പെൺകുട്ടി നിങ്ങൾ സ്നേഹിച്ചിട്ട് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ തന്നെ നോക്കുക, ആൾ വിളിക്കുന്നത് ക്യാഷിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത്. ക്യാഷിന് വേണ്ടിയിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ
അത് നിങ്ങളുടെ പണം കണ്ടുകൊണ്ട് മാത്രമാണ്. അതേപോലെ തന്നെ അവർക്ക് ബോറടിക്കുന്ന സമയത്ത് അവർ വിളിക്കുന്നത് അതെങ്ങനെയാണ് മനസ്സിലാക്കുക വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് പറ്റുന്ന സമയങ്ങളിൽ മാത്രം നിങ്ങളെ വിളിക്കും. നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ആൾക്ക് സംസാരിക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ പെരുമാറുന്ന ആളുകളെയും നിങ്ങൾ വല്ലാണ്ട് അടുപ്പിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം ഇവര് ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാവില്ല. അവർ അവരുടേതായിട്ടുള്ള സ്വാർത്ഥ സ്വഭാവമുള്ള പെൺകുട്ടികളായിരിക്കും. നാലാമത്തെ എന്ന് പറയുന്നത് വികാരങ്ങളെ ആയുധമായിട്ട് എടുക്കുന്നവരുണ്ട്. അതായത് മൗനം, ദേഷ്യം, കരച്ചിൽ ഇതിനെയൊക്കെ ആയുധമാക്കുന്ന കുറച്ച് പെൺകുട്ടികൾ. എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആള് ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ടാവും. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ആളെക്കുറിച്ചൊരു സംശയം ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മൗനമായിട്ടായിരിക്കും ആളിരിക്കുന്നുണ്ടാവുക, ഒന്നും റിയാക്ട് ചെയ്യില്ല. ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ആൾക്ക് പെട്ടെന്ന് സങ്കടം വരും, പെട്ടെന്ന് കരച്ചിൽ വരും. അതായത് ഭയങ്കര ഇമോഷണൽ ഡ്രാമ കളിക്കാന്നൊക്കെ പറയില്ലേ, അങ്ങനെ പെട്ടെന്ന് കരച്ചിൽ വരുന്ന പോലെ സെൻസിറ്റീവായ പോലെയൊക്കെ ആൾ ബിഹേവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ചില സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിക്കും, പെട്ടെന്ന് ദേഷ്യം വരും. അപ്പം ഇങ്ങനെയൊക്കെ ഇവരുടെ ഇമോഷൻസ് വെച്ച് കളിക്കുക, അല്ലെങ്കിൽ ഇമോഷൻസ് വെച്ചിട്ട് മീൻസ് ആ രീതിയിൽ അതിനെ ആയുധമാക്കി എടുത്തുകൊണ്ട് നിങ്ങളോട് പെരുമാറുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരു ബന്ധിയെ പോലെ ഇരിക്കേണ്ടി വരും. അതായത് നിങ്ങളെ ആൾ നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. ആൾ കരയുമ്പോഴത്തേക്കും നിങ്ങൾ പെട്ടെന്ന് അയ്യോ കുഴപ്പമില്ല, ശരി പോട്ടെ, ഞാനിത് വെറുതെ പറഞ്ഞാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരത് വീണ്ടും വീണ്ടും അത് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കും. അവർ മിണ്ടാതിരിക്കുമ്പോൾ ശരി ഇനിയിപ്പോൾ അത് വിട്, ഇനി നീ മിണ്ടാണ്ടിരിക്കേണ്ട, മുഖം വെറുപ്പിച്ചിരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവരുടെ പുറകെ പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ അവർ വീണ്ടും അതേ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഒന്നും ചോദിക്കില്ല എന്നുണ്ടെങ്കിലും അവരത് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. നിങ്ങളുടെ ബലഹീനതയെ ദുരുപയോഗം ചെയ്യാൻ അറിയുന്ന ആളുകളാണ്. അവർ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫ് നന്നായി പോവില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളവരെയും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുക. ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും താരതമ്യം ചെയ്യുന്നവരായിരിക്കും. അതായത് എൻ്റെ എക്സ് അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ്, ഇവൻ ഇങ്ങനെയാണ്, ഈ രീതിയിൽ നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നിങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്താലും ആൾക്കത് മതിയാവില്ല. നിങ്ങൾ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ആള് വേറെ വല്ല പുരുഷന്മാരുമായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ പിന്നെ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിൽ പോലും ഒരു കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. മാത്രമല്ല പുരുഷന്മാർക്ക് പൊതുവെ കമ്പയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. പല റിലേഷൻഷിപ്പുകളും തകരുന്നത് പോലും ഇത്തരത്തിലുള്ള കമ്പാരിസൺ കൊണ്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പേഴ്സൺ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലൈഫ് ലോങ് ഈ ഒരു കാര്യം കേൾക്കേണ്ടി വരും. അതായത് നിങ്ങളൊന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് വരെ നിങ്ങൾക്ക് ചിന്ത പോകുന്നുള്ളതാണ്. നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ നല്ല രീതിയിൽ കുറയാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്നതിനേക്കാൾ മികച്ചതാണ് മറ്റുള്ളവർ, അവരിവരെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും നിങ്ങൾ കൊണ്ടുവരരുത്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യത്തിന് പോലും അവരൊരു വാല്യൂ തരില്ല. അങ്ങനെയുള്ള ആളുകളായിരിക്കും. സോ അവരെയും ഒരിക്കലും നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാതിരിക്കാം. അപ്പൊ ഇത്രയും സ്വഭാവങ്ങളുള്ള സ്ത്രീകളെയാണ് നിങ്ങൾ മാറ്റി നിർത്തേണ്ടത്. ഞാൻ വീണ്ടും പറയുന്നു, പല പുരുഷന്മാരും ചോദിക്കുന്ന കാര്യമുണ്ട്, ഒരു സ്ത്രീയെ നമ്മൾ കല്യാണം കഴിക്കുന്ന സമയത്ത് എന്തൊക്കെയാ നോക്കുക, എങ്ങനെയാ മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ. അതിനുള്ള ഏറ്റവും നല്ല വഴി തന്നെയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. അവരുമായിട്ട് നിങ്ങൾക്ക് ചെറിയൊരു പരിചയം ഉണ്ടെങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നോക്കി കണ്ടൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ എങ്ങനെയുള്ള സ്വഭാവങ്ങളുള്ള സ്ത്രീകളെയാണ് വിവാഹം കഴിക്കാൻ പാടില്ലാത്തത്, അല്ലെങ്കിൽ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടത് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്